ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നല്ലൊരു പഴം ജ്യൂസാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിന് വ്യത്യാസമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ജ്യൂസ് പോലെ അടിച്ചിട്ടല്ല, എന്നാൽ നല്ലൊരു അടിപൊളി ടേസ്റ്റിൽ കടലയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് സേമിയ വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ സേമിയ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. നെയ്യൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് അത്യാവശ്യം അങ്ങ് വറവായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ മാത്രം വേവിച്ചെടുത്താലും മതിയാകും. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ സേമിയ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് സേമിയ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു 3 ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു കളർ വ്യത്യാസം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ സേമിയ വേവിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു ഇത്തിരി കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി പിസ്തയുടെ എസൻസ് ഒരു തുള്ളി ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ഈ പിസ്തയുടെയും സ്ട്രോബെറിയുടെയും ഒന്നും എസൻസ് കൂടി പോകരുത്, കാരണം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നില്ല, ആ ഒരു കളർ വ്യത്യാസം ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ജ്യൂസിൽ മുൻപിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എസൻസ് ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. അപ്പം ഇത് രണ്ടും ഈ ഒരു കളർ ഒരു പാത്രത്തിലുള്ളത് വെള്ള കളർ അങ്ങനെ തന്നെ വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൽ മെയിൻ ചേരുവയായിട്ടുള്ള പഴം, ചെറുപഴം, നല്ല പഴുത്തിട്ടുള്ള ചെറുപഴം തന്നെ എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, കറ കുത്തുന്ന പകുതി പഴുപ്പായിട്ടുള്ള പഴം എടുക്കരുത് കേട്ടോ. നല്ല പഴുത്തിട്ടുള്ള ഒരു 10 പഴമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ അവിൽ മിൽക്കിനൊക്കെ എടുക്കുന്ന ആ ഒരു ചെറുപഴം ഉണ്ടല്ലോ, മൈസൂർ പൂവ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു നല്ല തണുപ്പും ഉണ്ടാകും, ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള അത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇതിനേക്കാളും നല്ലത് അതായിരിക്കും. എന്തായാലും അത് ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം പഴം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചെറിയ പീസാക്കി ആദ്യം മുറിച്ചിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. മിക്സിയിലിട്ട് ജ്യൂസ് പോലെ അടിച്ചെടുക്കരുത് ഒരിക്കലും. ഇതുപോലെ തന്നെ നല്ലോണം ഉടച്ചെടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു മരത്തിൻ്റെ തവി വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഈ രീതിയിലാവുന്ന സമയത്തിന് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടൊരു 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സാക്കി നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അതായത് പഴത്തിന് നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവിലും വ്യത്യാസം വരുത്താം. ഏകദേശം അളവാണ് കേട്ടത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി കുറച്ച് കൂടുതൽ ഐസ് വേണം കേട്ടോ. ഐസ് ക്യൂബ് കുറച്ച് കൂടുതൽ തന്നെ വേണം, കാരണം നല്ല തണുപ്പിൽ കുടിക്കുമ്പോഴാണ് നല്ലൊരു ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ഐസിലേക്ക് ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഒന്നിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ഒരു ജ്യൂസല്ല, അതുകൊണ്ട് തന്നെ 1/2 കപ്പ് മുതൽ 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം മതിയാകും. പിന്നെ ആ ഒരു ഐസ് അലിഞ്ഞിട്ട് വരുന്ന ബാക്കി വെള്ളവും കൂടെ, അപ്പോൾ മൊത്തത്തിൽ ആ ഒരു വെള്ളം മതിയാകും. അപ്പോൾ എല്ലാം കൂടി ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഐസ് അത്യാവശ്യം അലിയുന്നത് വരെ തന്നെ മിക്സ് ആക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഐസ് അങ്ങ് അത്യാവശ്യമൊക്കെ ഒന്ന് അലിഞ്ഞ് വരുമ്പോൾ നല്ല തണുപ്പ് പഴത്തിലേക്ക് പിടിച്ചോളും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നല്ലോണം മിക്സാക്കി എടുക്കുക. ഈ സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കളറില്ലാത്തത് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ കളറിൽ മിക്സാക്കി വെച്ചിട്ടുള്ളതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. കളറിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പിസ്തയുടെ സ്ട്രോബെറിയുടെ ഒന്നും മിക്സ് എസൻസ് ചേർത്തത് ഒരുപാട് ആവണ്ട, ജസ്റ്റ് ആ ഒരു കളർ വ്യത്യാസത്തിന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചേർത്ത് മിക്സാക്കി എടുക്കുക. അതുപോലെ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഈ സമയത്ത് മധുരം പോരാൻ തോന്നുകയാണെങ്കിൽ പഞ്ചസാര കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഐസ് മെൽട്ടാവുന്നതിനനുസരിച്ച് ചിലപ്പോൾ മധുരം കുറയാൻ ചാൻസ് ഉണ്ട്, നോക്കിയിട്ട് മതിയാകും. പിന്നെ അതുപോലെ തന്നെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് നല്ല കട്ടി കൂടുതലാണ്, ഇത്തിരി കൂടെ കുടിക്കാൻ ഇത്തിരി ലൂസ് വേണം തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1/2 ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. അതായത് നമുക്കൊന്നങ്ങ് കുടിക്കാനുള്ള ആ ഒരു ലൂസ്, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു പഴം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് സെർവ് ചെയ്യാന്നുള്ളത് നോക്കാം. ലാസ്റ്റ് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി വേണം കേട്ടോ. കടല നല്ല വറുത്തെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. ഇനി റെഡിയാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഐസ് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ തന്നെ ആ ഒരു തണുപ്പ്, നല്ല തണുപ്പ് പഴത്തിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു തണുപ്പ് പിടിക്കുന്ന അത്രയും ഐസ് മിക്സാക്കി ആദ്യമേ വെക്കണം കേട്ടോ. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തിട്ട് 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊഴിച്ച് കഴിഞ്ഞാലും കറക്റ്റ് മിക്സാക്കി കിട്ടും. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് നല്ലോണം അങ്ങ് മിക്സാക്കി എടുത്താലും മതിയാകും.
അപ്പോൾ ഇത്രയുള്ള പരിപാടി. നല്ല തണുപ്പോട് കൂടെ അങ്ങ് കഴിക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തണുപ്പ് എന്തായാലും ഉണ്ടെങ്കിൽ തന്നെയാണ് നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പഴം മിക്സാക്കി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആ ഒരു കടല കറക്റ്റ് ഇങ്ങനെ പഴത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സിപ്പ് ഇങ്ങനെ കഴിക്കുന്ന സമയത്തും അതിൻ്റെ കൂടെ തന്നെ കടലയും കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടും. പിന്നെ ആ ഒരു സേമിയം ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു വ്യത്യാസമായിട്ടുള്ള രുചിയായിട്ട് എന്നാൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റായിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. നല്ല ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ. ഒരു ഗ്ലാസ് വലിയ ഗ്ലാസ്സൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നല്ല വയറ് ഫുള്ളായിട്ട് ഇരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു 10 പഴത്തിൻ്റെ അളവിൽ ഇതുപോലത്തെ വലിയ 2 അല്ലെങ്കിൽ ഒരു 3 ഗ്ലാസ് അളവിൽ സെർവ് ചെയ്യാനുണ്ടാവും. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 4-5 ആൾക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്